ഓണം വന്നു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഏറ്റവും അധികം ആൾക്കാർ കൂടുന്നത് പുലിക്കളിക്ക് വേണ്ടിയിട്ടാണ്. ആ പുലിക്കളിയുടെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ. നമ്മൾ നേരെ പോകുന്നത് പുലിമടയിലേക്കാണ്. വിയ്യൂർ ദേശത്തേക്കാണ് പോകുന്നത്. അവിടെ പെയിൻ്റ് അടിക്കുന്ന പുലികളെയാണ് നമ്മൾ കാണുന്നത്. ഒരു രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്. പല തരത്തിലുള്ള പുലികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആറ്റിറ്റ്യൂഡ് പുലികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കുറേ പേരുടെ ഒരു കഠിനാധ്വാനമാണോ ഈ പുലി വരകളും പരിപാടികളൊക്കെ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് രാവിലെ 4 മണിക്ക് തുടങ്ങിയവരൊക്കെ ഉണ്ട്, ടൈമിലൊക്കെ തുടങ്ങിയവരുണ്ട്. ഈ വടിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ താഴേക്ക് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉണങ്ങുന്നവരെ അവർ വെയിറ്റ് ചെയ്യുന്നതാണ്. നല്ല രസമായിട്ട് അവർ നല്ല പേഷ്യൻസോടുകൂടി തന്നെയാണ് അവിടെ ഈ വരയ്ക്കാൻ നിൽക്കുന്നത്. കുഞ്ഞു പുലികളെയൊക്കെ നമുക്ക് അവിടെ കാണാനൊക്കെ പറ്റുള്ളൂ. അവർ ശരിക്കും ഇതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാ കളറിലുള്ള പുലികളുണ്ടെന്നുള്ളതാണ്. ഫ്ലോറിസൻ്റ് ആയാലും നീലയായാലും പച്ചയായാലും മഞ്ഞയായാലും ചുവപ്പായാലും അങ്ങനെയുള്ള പലതരത്തിലുള്ള പുലികളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പുലികളെ വരയ്ക്കുക എന്നുള്ളത് തന്നെ ഒരു അസാമാന്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറേ പേര് ഇത് കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഈ ചായങ്ങളൊക്കെ അവർ നേരത്തെ തന്നെ പൂശി വെച്ചിട്ടുണ്ടാവും. നന്നായിട്ടൊക്കെ ചെയ്യുന്ന രീതി ഒരു ശരിക്കും ഒരു സ്കെച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഒരു ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെ തന്നെയാണ് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് നിൽക്കുന്നത്. അതിങ്ങനെ നല്ല വയറിൽ വരച്ച് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് അത് വേറെ ഒന്ന് തന്നെയാണ്. മഞ്ഞപ്പുളീനെയും വെള്ളപ്പുളീനെയൊക്കെ കാണാനായിട്ടൊക്കെ നല്ല രസമാണ്. പല രീതിയിലുള്ള വെറൈറ്റികളൊക്കെ നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റുള്ളൂ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അങ്ങനെ പുലികളിയുടെ എല്ലാ ചിത്രങ്ങളൊക്കെ വരച്ചതിന് ശേഷം ഇനിയിപ്പോൾ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. നമ്മൾ വിയ്യൂർ ദേശത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഒരു പുലി റെഡി ആയിട്ട് വണ്ടിയിലേക്ക് കയറുന്ന ഒരു രംഗമാണ്. ബാക്ക് സൈഡിൽ നിന്നുള്ളതാണ് അവർ കുളിക്കുന്ന ചെങ്കലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സെക്യൂരിറ്റി പരിപാടികളൊക്കെ അവിടെയുണ്ട്. അങ്ങനെ വാദ്യമേളങ്ങളോടുകൂടി പുലിക്കളി ആരംഭിക്കുകയാണ്. ശരിക്കും അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു താളത്തിലാണ് ഒരു ഫുൾ ടൈം കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. സ്വരാജ് റൗണ്ടിൽ ഒരു 4-4:45 ടൈമിൽ പുലികൾ ഇറങ്ങിയിട്ടുള്ള ഒരു ടൈമാണ് നമ്മൾ കാണുന്നത്. ഇനി പുലികൾ എന്ന് പറയുന്നിടത്ത് അവർ അത്ര വലിയ ജാടകളൊന്നും വേണ്ട. അവർ എല്ലാവർക്കും സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവർ മാസ്ക് താത്തി തന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവരൊക്കെ നമ്മളെ സഹായിക്കേണ്ടതാണ്. നല്ല രസമാണ് പുലികളി ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട്. കുറച്ചൊക്കെ മടുപ്പൊക്കെ തോന്നുമെങ്കിൽ പോലും നമ്മളത് എൻജോയ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ്.
വൈകിട്ടായി കഴിയുമ്പോൾ കുറേ ടാബ്ലോകളും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ കൂടെ ഇരുട്ടായി കഴിയുമ്പോൾ നമ്മൾ ക്യാമറയുടെ സെൻസറും കുറച്ചൊക്കെ വീക്കായി തുടങ്ങി. അപ്പോൾ പുലിക്കളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തൃശ്ശൂരുകാർക്ക് ഇതൊരു ഹരം തന്നെയാണ്. തൃശ്ശൂർ റൗണ്ടിൽ എപ്പോഴും പല രീതിയിലുള്ള വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇനി കാണാം.